ജോസുട്ടിയാലോ? ഹലോ, എന്താണോ? ആ ഞാൻ കടയിലേക്ക് പോവാൻ നിൽക്കാണ്. ആ ചാകരേ എവിടെ? നമ്മുടെ കടപ്പുറത്തോ? ആ അത് ശരി. എന്നിട്ട് പോകണ്ടോ? ഞാനും വരാം. ഒരു രസമല്ലേ, ഒരു കാഴ്ചയല്ലേ, നല്ല മീനും മേടിക്കാലോ. ആ വരാ, ആയിക്കോട്ടെ. അപ്പം ഞാനപ്പോൾ കടയിലേക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ സൈക്കിൾ എൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് എൻ്റെ വണ്ടിയിൽ പോവാം അല്ലേ? ആ വിളിക്കാം. വാസുട്ടിനെ വിളിക്കാം. ശരി ആയിക്കോട്ടെ. എന്നാ വെച്ചാൽ ഞാൻ തപ്പം അങ്ങോട്ട് ഇറങ്ങാം. വാസുട്ടിയേ ഒന്നിവിടെ വന്നേ, ഒന്നിവിടെ വായോ. രസമുണ്ട്, വാ. അല്ല ഞാൻ ഒരു പണിയാണേ. അല്ല ഇങ്ങോട്ട് വാടക ഇങ്ങോട്ട്. അതേ ഇപ്പൊ ജോസുട്ടിയെ വിളിച്ചത് ചാകരയാണ് ഇത്ര നമ്മുടെ കടപ്പുറത്ത്. ചാകര നിറച്ച ആൾക്കാരാന്ന് പറഞ്ഞത്. ഭയങ്കര രസല്ലേ? ആണോ? ഇജ്ജ് വരണ്ടോ? ഉണ്ടെങ്കിൽ വന്നാ മതി. എന്നാ കൂട്ടാൻ വെക്കാൻ ഭയങ്കര പറഞ്ഞത് പൈസ നന്നായി നല്ല മീൻ കിട്ടൂലേ? മുളക് അരച്ച് വെച്ചോളാൻ പറയും. അമ്മ ഞാൻ പുറത്തു പോയിട്ട് വരട്ടോളേ. நீ கடைக்கு தானே போறீங்க, இது கூட கொண்டு போங்க. എന്താ മസാല ദോശ? அல்ல இது ஒரு துணிയാണ്. எனக்கு ஒரு 2 രൂപ അടിക്കണം. ഇതേ എന്താ ഈ ചങ്ങായി പൊട്ടൻ? ഇതൊരു കാര്യം ചെയ്യിച്ചാ കട കൊണ്ട് കൊടുത്താ ഞങ്ങൾ അത്യാവശ്യമായിട്ട് വഴിക്ക് പോവാം. ஏன் பாய் நீங்க அங்க தானே போறீங்க, இதாக்கு கொடுங்க. அது ഏടാ ചങ്ങായി, ഞങ്ങൾ വേറെ വഴിക്ക് പോവാണ്. ഇവിടുന്ന് 2 അടി നടന്ന എന്റെ കടത്തില്ലേ, ഇത് കട കൊണ്ട് കൊടുക്കും. കടയിലേക്കല്ലേ? ഇതൊന്ന് പിടിച്ചാ பாய் நானும் வரேன்னா. വേണ്ട, ഞാൻ വേറെ വഴിക്ക് പോവാണ്. ഞങ്ങളെ நானும் வரேன்னு, நான் இங்க சும்மா தானே இருக்கேன். വേണ്ട. ഇത് വണ്ടി എടുത്തേ. அலியா நானும் வரேன். அலியா വണ്ടി എടുത്തോ. அலியா இவரு எங்க போகுது? ജോസുട്ടേ എവിടെ? ഭയങ്കര തിരക്കം കൂട്ടിട്ട് ആളെ കാണാനല്ല. ഇവിടെ ഉണ്ട്. ചാകരക്കാരെത്തി. ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. പോകാം. അതെ, ഒരാഴ്ചത്തുള്ള മീനുണ്ടാവും. നീ കറിക്കും വറുക്കാനും ഒക്കെ ഉള്ള അരപ്പ് റെഡിയാക്കി വെച്ചോട്ടാ. ഈ ഒരാഴ്ചത്തെ മീനും വെച്ചോണ്ട് ഞാനിവിടെ നിന്നാ മതി? എനിക്ക് പാർലറിൽ പോകണ്ടേ? എടി, ഇന്നത്തെ ആവശ്യത്തിന് എടുത്താൽ മതി, ബാക്കി ഫ്രിഡ്ജിൽ വെക്കാല്ല. അതെ, ഫ്രഷ് മീനാണെങ്കിൽ വേണമെങ്കിൽ ചെയ്താ മതി. നല്ല മീനാണ്. വേഗം പറഞ്ഞ അവിടെ വായി നോക്കി നിക്കരുത്. ഒരു അനാവശ്യ വർത്താനം പറയലടി. ഞാൻ കറാപ്പുറത്തോട്ട് പോണേണ്. വീട്ടിലിരിക്കണ പെണ്ണിനെ നേരിന്നറിയില്ലെങ്കിലേ എന്നെ കടലമ്മ കൊണ്ടുപോകും. ചെമ്മീനിലെ പരിക്കുട്ടിയോ? ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വേഗം വരണം കേട്ടാ. വരാ. വന്നിട്ട് വേണം എനിക്ക് പോവാൻ. രാവിലെ വേറെ ഒരു പരിപാടിയില്ലല്ലോ, ചാകരയെന്ന് പറഞ്ഞ് ഇറങ്ങിയാ മതിയല്ലോ. നീ നോക്കിക്കോ, ഞാനൊരു കൊമ്പനെ കൊണ്ടേ വരുള്ളൂ. കേറ്. ചാകര ഊകരെന്ന് പറഞ്ഞ് വെറുതെ ആൾക്കാരെ ഇതൊക്കെ ഒന്ന് ശരിക്കും അറിഞ്ഞിട്ട് പറയണ്ടേ? ഇത് വാട്സപ്പിൽ കണ്ടോണ്ടാണ് ഞാൻ വന്നത്. വാട്സാപ്പിൽ ആൾക്കാർ കണ്ടത് തോന്നിയത് മുഴുവനോടും ആ കണ വിശ്വസിക്കാണ്. ഞാനോർത്ത് ചാകരയല്ലേ, മീൻ കിട്ടട്ടെ, ഇത്ര വലിയ ദൂരമില്ല, വെറുതെ ഇരിക്കണ്. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞാ നഷ്ടമൊന്നുമില്ലല്ലോ, പച്ച മീൻ കിട്ടിയില്ലേ? മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ കൂടെ ഓടിയിട്ടാണ്. അത് സാരമില്ല, ഫ്രഷാണ്, നല്ല മീനാണ്. അയ്യോ അങ്ങോട്ട് പോട്ടെ. ഹലോ, തിരുമേനി. ഇവിടെ ഉണ്ട്. വീട്ടിലുണ്ടാ? ഇപ്പൊ നോക്കട്ടെ. എൻ്റെ കൂടെ അവരുണ്ട്. ഞങ്ങൾ വരാം ഏട്ടാ. 1 മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം അങ്ങോട്ട്. അതേ, നമ്മുടെ ശങ്കരൻ തിരുമേനിയാണ്. ആ ഇല്ലം വിൽക്കാണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ലല്ല, അവരുടെ പൊളിച്ചോടക്കാള് വീടല്ലേ? അത് തന്നെ, 4 കെട്ടാണത്. അപ്പൊ പുള്ളി ഇപ്പൊ വീട്ടിലുണ്ട്. മോൻ അമേരിക്കയില്. അപ്പൊ പെട്ട വിലക്ക് വിറ്റുകൊണ്ട് പോകാനുള്ള പരിപാടി അയാള്. ഇപ്പൊ ചെന്ന കാര്യങ്ങൾ സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അത് നന്നായി. അപ്പൊ ഇവിടെ വന്ന ഒരു കാര്യങ്ങളും നടക്കുമല്ലോ. പോകാന്ന് പറഞ്ഞപ്പോ ഈ മീനൊക്കെ ആയിട്ട് അതിന്റെ അകത്തോട്ട് അയാൾ കേറ്റൂല. ഒരു കിറ്റ് മൂപ്പരിക്ക് വേറെ മേടിച്ചാ അതല്ല, അങ്ങനെ മാറിക്ക പറ്റില്ലല്ലോ അല്ലേ? നമ്മള് വീട്ടിലേക്കൊന്നും കേറില്ലല്ലോ. അത് പറ്റൂല, അപലക്ഷണം. വേണ്ട. ഒരു കാര്യം ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു പീടികയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോകാൻ പറ്റുമോ? ആരാ ഈ നാറിന മീനൊക്കെ?
എന്തൊരു കഷ്ടപ്പ ഇപ്പൊ ഇത്രയും വന്നല്ലടാ അവിടെ പോവാണ്ട് എങ്ങനെയാണ്? ഇല്ല പോകാതിരിക്കണ്ട, ചെന്നാ മതി. അയാൾ പെട്ട വിലക്ക് പരിപാടി നടക്കും. ഇതൊരു കാര്യം ചെയ്യേ, ആ കുഞ്ഞോടനെ വിളിക്കും, ആ അവനോട് വരാൻ പറ. കുഞ്ഞോട്ടിനോട് കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി വീട്ടിൽ ഒന്ന് കൊടുത്തേക്കാൻ പറ അവനോട്. പറയാ എന്നിട്ട് നമുക്ക് ഈ നമ്പൂരിന്റെ വീട്ടിൽ ചെന്നിട്ട് പോരാ. തിരിച്ചു ചെല്ലുമ്പോഴേക്ക് കറിയാവും. ആടാ കുഞ്ഞുട്ടാ, അതെ ഇജ്ജ് ഒരു കാര്യം ചെയ്യോ, അങ്ങോട്ട് പറഞ്ഞ് കേക്ക് നമുക്ക്. ഇങ്ങോട്ട് അതെ ഞങ്ങളിവിടെ കടപ്പുറത്തുണ്ട്, കടപ്പുറത്ത്. അജൊന്നും ഇങ്ങോട്ട് വാ. എടാ ഇവിടെ ചാകരയാണ്, ചാകര. ഇവിടെ നിറച്ച് മീൻ. ഇപ്പൊ ഞങ്ങക്ക് അയ്യോ ഇവിടെ നിക്കാൻ പറ്റില്ല, മീൻ ഇതാ ഇവിടെ ഒക്കെ മീനാണ്. നിറച്ച് മീനാ, വേഗം വായോട്ടാ. ഓടിവാ. சாகரே എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് நான் ஏன் நீ கூப்பிட்டு வந்து தெரியுமா? நான் ഇതിനെ വരയ്ക്കും ചാകര பார்த்ததில்லை. எங்க தமிழ்நாட்டுல ചാകര ഇല്ല. എന്നാൽ നമുക്കിവിടെ ചാകരയുണ്ട്. അതായത് ഒരുപാട് മീൻ വന്നിട്ട് ഇങ്ങനെ അടിയും, കൂട്ടിയിലും പാത്രത്തിൽ നിറയെ മീൻ. ആ മീന് വലിയ പൈസ അല്ലേ ഇപ്പം. ഇന്ന് പൈസ ഇവിടെ ചെറിയ പൈസക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും. കമ്മി പൈസക്ക് ഒരുപാട് മീൻ കിടക്കും. ഒരു പട്ടി മീൻ. അതാണ് எங்க ஊர்லாம் இந்த மீனும் கடலும் சாகரை ஒன்றும் இல்ல. அங்க துணிக்கு தான் சாகரை. തുണി ചാകര. துணி இந்த துணி இருக்குதுல்ல, அதுக்கு மணிக்குண்டில் எல்லாம் சாகரை வரும். இந்த ஆடி பண்டிகைக்கெல்லாம் துணி ലാഭത്തില് കിടക്കും. എന്തിനത്? அந்த மாதிரி தான் இங்க சாகர வர்ற மாதிரி அங்க துணി தான் കിടക്കും. ഇവിടെ ചാകര എന്ന് പറഞ്ഞാൽ ചാകര കടപ്പുറത്ത് ചാകര പാട്ട് പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. அப்படியா? ഇവിടെ ചാകര ഇട്ടുണ്ടല്ലോ, ആശാ പറഞ്ഞിട്ടുണ്ടല്ലോ. ചാകരன்னு சொன்னா நிறைய மீன் வரும்போது எக்கச்சக்கமான ஆள் இருக்கணுമല്ലേ? ഇങ്ങ ആരും കാണാൻ അത് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവുന്നത്, ഏതോ മൂലക്കായിരിക്കും. അതിപ്പോ നമ്മൾ അതിൽ നല്ല മരങ്ങൾ കിട്ടിയ അതായി. പിന്നെ ഈ ജനലും വാതിലൊക്കെ നല്ലതുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുത്ത് സെപ്പറേറ്റ് കൊടുക്കല്ലേ. നോക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ പറഞ്ഞ അതിന്റെ വില ഇടരുത് കേട്ടോ. ഓടിന് വില കിട്ടൂ, ഓടിന് 1 ഉറുപ്പ്യ കിട്ടുള്ളൂ. അതൊന്നും കാര്യമൊന്നുമില്ല, അതിലൊന്നും കാര്യമില്ല. അത് പഴയ സാധനങ്ങൾ അവിടെ ഉണ്ടാവും ഒരുപാട്. വേറൊരു വിഷയമുണ്ട്. എന്താണ്? പാമ്പും കാവാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. അതൊന്നും നമ്മൾ പറയാൻ മതില്ല. അതൊന്നും അവർക്ക് കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ എന്താണ്? അല്ലെന്ന് പാമ്പിന്റെ വില കുറച്ചിട്ട് പറഞ്ഞാൽ മതി, അത് നമ്മ കൊണ്ടുപോയിരുന്നാ പോരെ. நீ ஏன்டா ஆளை ஏமாத்துற? நான் சொன்னல, ஆ லோட்டரி விற்கிற ராமன்குட்டியிட இன்னைக்கு பிறந்த நாள், எனக்கு கோட்டர் வாங்கி தரான்னு சொன்னது. அது கூட കഴിക്കാம சாகர இருக்கு சொல்லித்தானே நான் வந்தேன். இங்க எங்கடா சாகர? ആശാൻ പറ്റിച്ചോ? ഇത് അതും പോச்சு. ആശാനേ വായോ ചാകര എടുത്തു. ചാകര കൊണ്ടാ. ചാകര കിറ്റിലാണ് ചാകര. ചാകര കൊണ്ടുവരാനാ? என்ன அழியாது, இங்க சாகர இருக்குது, பார்க்க வேண்டிய விஷயம்னு சொல்லி இவ சொல்லித்தானே நான் ஓடி வந்தேன். അതെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? நான் ഇതിനെ വരയ്ക്ക് സാഗര പാക്കല, അവ ചാകര പാക്കലാണെന്ന് വന്ന അളിയാ. അങ്ങ നോക്കി അതാണ് സാഗരം. കണ്ട സാഗര தாள கிண்டல் பண்ணாத நீ. சாகரான்னு சொல்லுறீங்க, நிறைய ஆளுங்க இருப்பாங்க, போட் இருப்பாங்க, மீன் இருப்பாங்க. இந்த ഒന്നും കാണാ. അതൊരു 3-3:30 വരെ ഉണ്ടായിരുന്നു ഇതുവരെ. ഇപ്പൊ അത് പെട്ടെന്ന് നിന്നു. അതാണ്ടായത്. என்னது ലേല മണിയായത് 3:30 മണിക്ക് നിർത്തறதுக்கு? ഏടാ ചെങ്ങായി, ഞങ്ങളുടെ വാട്സപ്പിൽ ആരോ പറഞ്ഞു പറ്റിച്ചാണ്. ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോ ഇവിടെ ചാകരയില്ല, ഒരു തേങ്ങയില്ല. അപ്പൊ അതാ ഉള്ള കായനും മീൻ മേടിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവന്ന என்ன பாய், அது சாகர இல்லன்னு சொல்லி இருக்கலாம்ல, எதுக்கு எங்களை ஏமாத்துறீங்க? അന്നങ്ങടെ ആരെങ്കിലും വിളിച്ചോ? ഞാൻ ഇവനോടല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരാന്. നീ ഏൻ കണ്ടവർക്കിட்ட എല്ലാം സാഗര இருக்குன்னு சொன்ன? ഒരുപാട് ആള് വരുന്നുണ്ട് ചാകര പറഞ്ഞു. അത് കൊണ്ടോടുക. ഈ ചാകരാന്ന് ആരോട് പറഞ്ഞു? ഞാൻ നാട്ടുകാരോട് മൊത്തം. എടാ നമുക്ക് ഇവിടെ വന്ന് നോക്കിട്ട് വേണ്ട പറയാന്. ആശാൻ ഇതിപ്പോ വെച്ചാൽ നമ്മളത് മാത്രം മാറ്റിത്താ. എടാ 3 വീട്ടിലും കൊടുത്തേരാ. അതായത് ഒന്ന് വാസുട്ര എടുക്കും, ഒന്ന് അമ്മക്കും, പിന്നെ ഒന്ന് ജോസുട്ര എടുക്കാണ്. ഇത് അവിടെ കൊടുത്താൽ മതി. റസിയ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചോളൂ. ഞാൻ വരുമ്പോ കൊണ്ടുവന്നോളാം. கழுத எதுக்கு உன்னை போய் சொல்லி கூப்பிட்டு இருக்கு தெரியுமா? இந்த மீன் கொண்டு போறதுக்கு தான் உன்னை ஏமாத்திட்டு இங்க கூப்பிட்டு இருக்கு. ഹലോ ചങ്ങായി, ഞാൻ അങ്ങനെ ഏമാത്താൻ തന്നെയാണ് ശമ്പളം കൊടുത്ത് ഓനെ ഇവിടെ എത്തിയേക്കണ്. അന്നോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞായി? ഇത് ബൈക്ക് இருக்குதுல, ഇതിലെ കൊണ്ടുപോനീങ്ക. വേറൊരു ആവശ്യത്തിന് പോവാണ് ഞങ്ങള്. അവനിച്ചറിയണ്ട, ഓൻ കൊണ്ടേക്കോളൂ. അവനിക്കറിയാം ഞാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടെന്ന്. അതെ, ഞാൻ വീട്ടിലോട്ട് കൊടുക്കട്ടോ. ആട്ടോക്ക് കാശ് വാങ്ങടാ, അതെല്ലാം തൂക്കിട്ട് ബസ്സിൽ പോകാൻ. അതെ അളിയാ, വകുപ്പ് റൂളും പറയണ്ട. വൈകുന്നേരം അങ്ങോട്ട് തിന്നാൻ വരുമല്ലോ. സാഗര സീഗര എന്ന് പറഞ്ഞു വന്നിട്ട് ഇങ്ങ ചാകര ഒന്നുമില്ല, പിന്നെ എതുക്ക് ഇത് വാങ്ങണേ? എവിടെ കാശാച്ചത്? അതിന് 500 രൂപയ്ക്ക് സാധനം കിട്ടി, അല്ലെങ്കിൽ വാങ്ങുമ്പോ ഞങ്ങള് 500 രൂപയ്ക്ക് അടിച്ചാ അല്ലാണ്ട് പറവല്ല. കൊണ്ടുകൊടുക്ക് അല്ലയാ, ഇതിൽ ഒന്ന് നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ഒരു കുപ്പി വാങ്ങിട്ട് വരിക സായന്ത്രം. നീങ്ങിരിക്കും ചങ്ങായി, ഫ്രെയിമും ഇരിക്കാൻ പറ്റൂല. കുഞ്ഞൂട്ടാ ബസ്സിന് പോട്ടാ, ബസ്സിന് പോട്ടാ. പോട്ടെ പോട്ടെ. എന്തിലെക്കാന്ന് അടിച്ച് 500 രൂപയ്ക്ക് ഓർഡർ കിടக்க വേണ്ടത് അതും പോച്ച് സാഗരன்னு சொல்லி ஏமாத்திட்டு அவா உனக்கு நான் வச்சிருக்கேன் வாங்க. இந்த மாதிரி முட்டாளாக வந்து நான் நினைக்கவே இல்லை.
சாகரான்னு சொல்லி ஓடி வந்துட்டு டேய் என் ஃப்ரெண்டு அவரோட குட்டியோட பிறந்த நாளுக்கு குவார்ட்டர் வாங்கி தரான்னு சொல்லுது അതും പോச்சு சாகரையும் போச்சு അല്ല ഇത്രയും മീനും കൊണ്ട് ബസ് കയറിയാലും അവരെ ഇറക്കി വിടും நான் சொன்னதல்ல பாய்கிட்டேருந்து ஆட்டோஷிக்கு காசு வாடிக்க நீ ஏன் வாங்கல ആശാനോട് അങ്ങനെ മേടിക്കാൻ പാടില്ല பாடல அப்படின்னா நீ பஸ்ல இது தூக்கிட்டு வா நான் நடந்துட்டு போறேன் நான் അത് പറ്റില്ല നമ്മൾ ഒന്നിച്ച് വന്ന് ഒന്നിച്ച് തന്നെ പോകണം எதுக்கு நான் வந்து மீன் கொண்டு வரதுக்கல்ல நான் சாகரை பார்க்கறதுக்கு ഓ എന്നാലും നമ്മൾ ആശാൻ പറയുന്നത് കേൾക്കട്ടെ 3 பேரும் சேர்ந்து நம்மளை முட்டாளாக்கிட்டான் இந்த மீன் உண்டெடுத்து கொடுத்து விட வேண்டிட்டாடா சாகரான்னு உங்ககிட்ட போய் சொன்னது സാറിന് നമ്മൾ ആശാനല്ലേ ആശാൻ പറയുന്നത് കേൾക്കണ്ടേ നല്ലൊരു പണി தானே ഇപ്പൊ തന്നത് എന്ത് അവര് അല്ല അതെ തിരിച്ചൊരു പണി കൊടുത്താലോ അടി കൊടുക്കാനാ അടിയല്ലടാ നമ്മളെ ഏമാത്തണം അവരെ നമുക്ക് തിരുപ്പി ഏമാത്തണം അങ്ങനെ മനസ്സിലായിട്ടില്ല இந்த மீன் பஸ்ல கொண்டு போக முடியாதுல்ல പറ്റൂല இந்த மீன் எவ்வளவு காசு ஆச்சு 500 റുപ്യക്ക് മേടിച്ചു 500 രൂപ എത്ര മീനുണ്ട് നമ്മളിത് ഊർക്ക് കൊണ്ടുപോകുന്നില്ല അത് പറ്റില്ല റോഡ് സൈഡിൽ വെച്ചിട്ട് നമുക്കിത് വിൽക്കലാടാ അയ്യോ അത് പറ്റില്ല 1000 രൂപയ്ക്ക് നമുക്കിത് വിൽക്കലാം 500 രൂപയ്ക്ക് തന്നെ വാങ്ങണേ 1000 രൂപയ്ക്ക് നമുക്കിത് കച്ചവടം ചെയ്യலாம் എന്നിട്ട് 250 രൂപയ്ക്ക് നമുക്ക് 2 പേർക്ക് സായന്ത്രം ക്വാർട്ടർ അടിக்கலாம் എന്നിട്ട് ബായി കിட்ட കൊണ്ടുപോയി 750 രൂപ കൊടുക്കും എന്നിട്ട് നമ്മൾ പറയും ബായി நீங்க 500 രൂപയ്ക്ക് தானே ഈ മീൻ വാങ്ങണേ நான் 750 രൂപ തരேன் 250 രൂപ உங்களுக்கு ലാഭം தானே அப்படின்னு சொல்லும் ആശ ഭയങ്കര സന്തോഷമായിരിക്കും 200 രൂപ ലാഭം കിട്ടി പക്ഷെ ഇത് വിൽക്കാൻ പറ്റുമോ അത് ഞാൻ എത്തു ഞാൻ കൊണ്ടുപോയി ഇത് വെച്ചിരിക്കുമ്പോൾ നീ മീനേ മീനേന്ന് കത്തണം ഞാൻ മീനെന്നല്ല ഞാൻ ഇനെ വേറെ സ്രാവേ നമ്മൾ പറയാം அது പറയരുത് சாவுன்னு சொன்னா சாவன்னு தெரிஞ்சா உடம்பு கெட்டு போயிடும் மீனே மீனேன்னு சொல்லணும் മീനെ മീനെ காசெல்லாம் நான் சொல்லிட்டு சேல்ஸ் பண்றதெல்லாம் நான் அப்படி 1000 ரூபாய்னு வச்சுக்கோ அந்த மீன் கொடுத்து நம்ம போய் கோட்டர் அடிச்சு மீதி காசு கொடுக்கும் எப்படி നല്ല പരിപാടി அப்படின்னா ദുരണ്ണ ഇത് ആശാനെ സ്ഥിരാക്കി കളിയോ ഈ പണി ഭാഗ്യം இருந்தா നീ ഭാവിയിലെ മീൻ കച്ചവടക്കാരൻ ഞാനാ അപ്പൊ എന്റെ ടൈലറോ ചെറിയുള്ളിരോ ചെറിയുള്ളിയാ അയ്യോ അതിലിട്ട് പോയില്ലോ വേറല്ല വേറെ ഉണ്ട് എന്നാ അതിൻ്റെ അകത്ത് 2-3 തീരെ 2-3 മതിയോ 2-3 കുറച്ച് കൂടുതൽ വേണം കുറേ മീന് കിട്ടിയെന്നല്ലേ പറഞ്ഞേ മുളകിട്ട് വെക്കാൻ പോവാ മുളകിട്ട് വെക്കാൻ പോയി ഇപ്പൊ എന്തിനാ തേങ്ങ അരക്കുന്നേ ഞാൻ വിചാരിച്ച് തേങ്ങ അരച്ച് വെക്കാന്ന് പിന്നെ ബാക്കിയുള്ളത് വറക്കാലോ ആട്ടിയ വെളിച്ചെണ്ണ ഇരിക്കല്ലേ ലേശം ആട്ടി വെളിച്ചെണ്ണ കൂടെ തരുമോ ഈ ഉള്ളിന്റെ ഒക്കെ ഒരു വില ആലോചിക്കുമ്പോഴാണ് ഇജ്ജി ഒന്നും ആലോചിക്കാണ്ട് ഇങ്ങ് തരിവളേ അല്ല നീ കൂടുതൽ ആലോചിക്കാണ്ട് കുറച്ച് തരുമെന്ന് ചോദിച്ചതാ ഇതിന്നെ കളിയാക്കിയതല്ലേ സത്യല്ല അതല്ല ഇതിലിന്നെ മുഴുവനും മുളകിട്ട് വെക്കാൻ പോവാ മുഴുവനും വറ്റിച്ചങ്ങ് വെക്കാൻ നീ ഇങ്ങനെ ചതച്ചിട്ടിട്ട് 3-4 ദിവസത്തേക്ക് എടുക്കാല്ലേ 2 കൂടെ തരി ഞാൻ ഇവിടെ വറുത്ത് കഴിയുമ്പോ കുറച്ച് അങ്ങോട്ട് കൊടുത്തു വിടാട്ടോ ആണോ എന്നാ പിന്നെ ലേശം തേങ്ങ അരച്ച കറിയും കൂടെ ആള് കൊള്ളല്ലോ കൊറേ കിട്ടിയെന്നെ കൊണ്ടല്ലേ ഞാൻ ചോദിക്കലേ അല്ല ഇതിപ്പോ എപ്പോഴേ കൊണ്ടുവരാം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാലേ വരുമ്പോഴേക്കും അങ്ങ് വെച്ചാൽ മതിയല്ലോ ഞാനും അങ്ങനെ തന്നെ ഇത് വേഗം അങ്ങ് മുറിച്ച് വെച്ചാലേ എന്നാ പിന്നെ എളുപ്പമായല്ലോ സമയമില്ലല്ലോ എന്ത് വരാത്ത നീ വേറെ എന്തെങ്കിലും കറി വെക്കുന്നുണ്ടോന്ന് ഇന്ന് ഫുള്ള് മീനിലാ ഞാനും അതെ അത്രയും മീൻ വരില്ലേ പിന്നെ വേറെ കറി വെച്ചാൽ അത് വേസ്റ്റ് ആയി പോവില്ലേ അതെ 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 ഞാൻ അത് അരക്കട്ടെ ശരി തമ്പി കേട്ടാ 300 രൂപ കടച്ചാച്ചി നിങ്ങൾ എന്ത് പണിയാ ദുരണ്ണ കാണിച്ചു നിങ്ങൾ ഇപ്പൊ ഒരു കിറ്റിന് 300 റുപ്യല്ലേ വിറ്റത് ആമാ ആ 3 എണ്ണത്തിന് 900 അപ്പൊ എങ്ങനെ 1000 ആവും അതൊരു പാവം പയ്യൻ അവங்கிட்ட 300 രൂപയ്ക്ക് ഒന്ന് വിത്താച്ചില്ലേ ഇനി இந்த 2 കിറ്റ് 350 400 കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ അപ്പൊ 1000 രൂപയ്ക്ക് വിത്താ പോതുമല്ലോ നമുക്ക് 1000 രൂപയ്ക്ക് വിൽക്കണം മീനെ 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 ഓടാ മീനെ ചെറ മീനെ 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 மீனே டேய் வண்டிக்காரெல்லாம் கேள்றா நீ இப்படி புடிச்சனே அப்படி சரி வாங்க வணக்கம் வணக்கம் மீன் பச்சை மீன் பச்சை மீன் இப்ப வந்த மீன் டேய் அந்த மீன் காமிச்சு விடுறா இத பாருங்க உள்ள வாடா ഇത് ഫ്രഷ് അല്ലല്ലോ இது ஃப்ரெஷ் ஃப்ரெஷ் എന്താ റേറ്റ് இது வந்து ஒரு கிட் வந்து 500 ரூபாய் வரும் கடைசி 2 கிட் ஆனதுனால 400 கொடுத்து போயிடுது
400 400 மார்க்கெட்ல இப்ப 350 200 ரூபாய் கொடுத்தா சரி சரி நீங்க மார்க்கெட் போய் வாங்குங்க வேற ஆளுங்க வந்துருவாங்க டேய் மீனே ஆளை கூப்பிடு மீனே லாஸ்ட் எத்தனை கொடுக்கும் லாஸ்ட் எத்தனை கொடுக்கும் லாஸ்ட் வந்து ஒரு 750 ரூபாய் கொடுங்க 700 ரூபாய் தரும் 700 ரூபாய் சரிடா டைம் ஆயிடுச்சுல 350 700 ரூபாய் கொடுங்க குடிங்க ഇത് വീട്ടിലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നും ഒരു പ്രശ്നം ഇല്ല പ്രശ്നമില്ല. നല്ല മീന് ഇത് ഫ്രഷ് മീന് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാ ഞാൻ കൊടുക്കാം കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് തരാം ഓക്കെ ശരി ശരി നല്ല തന്നെ ഞാൻ കയ്യിൽ വെക്കാം പറഞ്ഞിട്ട് കാര്യമില്ല പറ അപ്പൊ അത്ര 1000 ரூபாய் இதுக்குதான் புத்தின்னு சொல்றேன் இனி வந்து നമ്മൾ 750 രൂപ ബാക്കി കൊടുക്കും 250 രൂപയ്ക്ക് നമ്മൾ തണ്ണി അടിക്കും വാ ആടാ ഉലകം പിറന്നത് എനക്കാഹേ എടി ഇന്നിപ്പോ മീൻ കൂട്ടി ചോറുന്നാൻ പറ്റുമോ? ആ തേങ്ങ അരച്ചൊക്കെ വലിച്ചു പോയി. എനിക്കാണെ വിശന്നിട്ട് വയ്യ. അതിപ്പോ എത്ര സമയം അയച്ചിട്ട് എനിക്ക് ഭ്രാന്ത വരണേക്ക്. മീന് വരുവോ? അന്നെ പോലെ ഞാൻ അവിടെ കുത്തിരിക്കല്ലേ. എന്താ രണ്ടാൾ കൂടി ഇക്കവിടെ വീട് കയറി മീൻ എവിടെ? മീൻ വന്നില്ലേ? മീൻ വന്നില്ലേന്നോ? എത്ര നേരം ഞങ്ങള് മീന് വേണ്ടി കാത്തിരിക്കുന്നേ. ഏയ് അപ്പൊ മീൻ എവിടെ പോയി? നിങ്ങൾ എന്താ ഈ പറയണേ? ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങള്. അല്ല അപ്പൊ മീൻ വന്നില്ലേ ശരിക്കും? മീൻ വന്നില്ല. നിങ്ങളല്ലേ വന്ന ചാകര വന്നു. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്ന മീൻ എവിടെയെന്ന്? പിന്നെ ഈ കുഞ്ഞുട്ടന്റെ എവിടെ കൊണ്ടുപോയി മീന്? ഓനെന്താ പച്ചക്ക് തിന്നത്? ആ എന്താണ് നിങ്ങൾ എവിടെ പോയതേനു? എവിടെ പോയതായിരുന്നു? ഞങ്ങള് കടപ്പുറത്ത്. എന്നിട്ട് കടപ്പുറത്ത് പോയത്? കടപ്പുറത്ത് പോയിട്ട് കടപ്പുറത്ത് മീൻ പിടിച്ചു. എന്നിട്ട് ആ മീൻ എവിടെ? മീനടി കുഞ്ഞുട്ടന്റെ അടുത്ത് കൊടുത്തയച്ചതാണെന്ന്. ഓൻ അവിടേക്കാ പോയെന്ന് എനിക്കറിയോ? ഞങ്ങൾ ഏത് നേരം ഉണ്ടറിയോ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. അരപ്പൊക്കെ അരച്ച് വെച്ച് മീൻ ഉണ്ടാക്കിയിട്ട് തിന്നാന്ന് വിചാരിച്ച് കാത്തു നിൽക്കായിരുന്നു. അയ്യോ ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ശരിക്കും ചാകര വന്നിനോ? ശരിക്കും ചാകര വന്നിനോ? പിന്നെ ചാകര വരാതെ വെറുതെ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചാണോ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹലോ ഇയാളെ മീൻ കൊടുത്തിട്ടില്ല ഇവിടെ. ഇവിടെ എത്തിച്ചിട്ടില്ല. എവിടെ പോയി കിടക്കണമാര് അതായിട്ട്? എന്തൊരു പണിയാണ് ഈ കാണിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു കഷ്ടമാണ്. അവള് വറുക്കാൻ വേണ്ടി വെച്ച മസാല എടുത്തപ്പോ എന്റെ കണ്ണീ പരട്ടിയാനെ. ഒരു പണിയായി ആ പരീക്കാരുടെ വീട്ടിൽ കൊടുത്തരണാന്ന് ചോദിച്ചേ. ഇനി അഥവാ കൊടുത്തിട്ടില്ലാന്ന് വിചാരിക്കേ, അവൻ എവിടെയെങ്കിലും ഉണ്ട്, നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കണം. അത് കൊള്ളാല്. എന്തൊരു പണിയാണ് ഇവനൊക്കെ നീ ഒരു കാര്യം ചെയ്യോ, ആ ബൈക്ക് എടുത്ത് ഇറങ്ങ്, നമുക്ക് പോയി നോക്കാം. എന്നാ വേഗം വാ. അല്ല വാസുട്ട മീൻ കിട്ടുവോ? മുട്ടാട് നിന്ന് പരികുട്ടിയായി എടാ ഒന്നോട് വന്നാ. ഇത് പുതിയ വേറെ എന്തോ നമ്പർ ആയിട്ട് പോയതാട്ടോ. മീനൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുരണ സമയത്തിലാ ഇത്? വേണ്ട സമയം നോക്കണ്ട. 7-7:30 മണിയായി, ഇരുട്ടായി. നോക്കിയാൻ വീട്ടിൽ പോണ്ടേ? ആശ വെപ്രാളപ്പെടുന്നുണ്ടാവും. വെപ്രാളപ്പെട്ടുണ്ടാ? നമ്മളെ ഏമാത്തണല്ലേ? ചാകര ഇല്ലാമ ചാകര இருக்குன்னு சொல்லி നമ്മളെ ഏമാത്തണവരവര്. അവര് നമ്മളെ തേടിയിട്ട് നടന്ന് നടന്ന് പൈത്യം പിടിക്കണം അവർക്ക്. ആശൻ എന്നെ കാണാണ്ട് സങ്കടം ഉണ്ടാവൂലേ? സങ്കടോ? അന്റെ ആശാനെ നിന്നെ കുറിച്ചോ? ഒരു സങ്കടം ഉണ്ടാവില്ല. അതൊന്നും മനസ്സലിവില്ലാത്ത മനുഷ്യൻ. ദുരണ എനിക്ക് വീട്ടിൽ പോണം. നീ പൊയ്ക്കോ, നീ പൊക്കോ. ആശാനെ മീൻ കൊണ്ടോണ്ടേ? മീനോ വിറ്റു, അതിന്റെ പൈസ എങ്ങത്താ? അത് നീ കൊടുക്കണ്ട, അത് ഞാൻ നേരിട്ട് കൊടുക്കാം കേട്ടോ. എന്റെ കയ്യിലുണ്ട് 750 രൂപ, ഞാൻ കൊടുക്കാം. അത് പറ്റൂല. അത് കൊടുത്തിട്ട് 2 വാക്ക് പേശണം എനിക്ക് അവർക്കിട്ടെ. ഇനി ഇരുട്ടായില് പോയിട്ട് ആശ വെപ്രാളപ്പെടുന്ന നാട്ടിലല്ലേ ചോദിക്കുന്ന ഇവനവിടെ പോയി? சொன்னல நீ வேணப்போ, நான் இப்ப வரல. നിങ്ങൾ ആ പൈസ തന്നെ இல்ல இதுல இப்ப 750 ரூபா இருக்குதுல்ல, നമുക്ക് പോയി ഓരോ പെഗ് കൂടി അടിക്കാം. അവർക്ക് കറക്റ്റ് 500 കൊടുക്കാം. നിങ്ങളപ്പുറം വന്ന കാലക്കേടായി. എന്തെന്നാക്കട്ടെ ഞാൻ? ഓ എന്റെ ആശ വന്നു. സമാധാനായി. ആശാനെ പൊക്കോ പൊക്കോ, നീയും പൊക്കോ. ആശാനെ എപ്പോ പറഞ്ഞു വിട്ടാ അവിടെ നിന്ന് മീൻ വീട്ടിലേക്ക് എത്തിയാൻ പറഞ്ഞിട്ട്? ഒന്നും പറയണ്ട ആശാനെ, നമ്മളെ മീനില്ലേ, മീൻ വിറ്റു. മീന് വിൽക്കേ? അല്ല പൈസ കിട്ടി. വിൽക്കാൻ എനിക്ക് തന്നയച്ച സാധനം ഇത്ര നേരമായിട്ട് വീട്ടിലേക്ക് സാധനം എത്തിയിട്ടില്ല. അവൻ അടിക്കக்கூடாது. അവൻ ഉളച്ച് ഉങ്ങൾക്കാക ഉളച്ച് സമ്പാദിച്ചവൻ. അവനെ തിട്ടാതെ അവൻ ബുദ്ധി ഉപയോഗിച്ച് സമ്പാദിച്ചു കൊടുത്തിരിക്കും ഉങ്ങൾക്ക്. മീൻ എവിടെയെന്ന്? മീന് ഞാൻ വിറ്റു. നിന്റെ അടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് മീന്. അല്ലയാ നമ്മളെല്ലാം
ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്ത് നമുക്ക് ലാഭം കിട്ടിയ എന്താ പ്രശ്നം? ആ ലാഭം കിട്ടിയ കാശിന് നാളെ മീൻ വാങ്ങാണോ? എന്താണ് നീ ചെയ്തത്? എന്താണ് നീ നിങ്ങള് 500 രൂപയ്ക്ക് മീൻ വാങ്ങണേ, ഞാൻ 750 രൂപയ്ക്ക് മീൻ വിത്തു, 250 രൂപ ലാഭം ഇருக்கு, മൊത്തം 750 രൂപ. എന്താ ഈ പൊട്ടം പറയണേ? എടാ പോട്ട, 500 രൂപ എന്ന് പറഞ്ഞത് ഒരു കിറ്റിനാണ്. 3 കിറ്റിനും കൂടി 1500 രൂപയാണ് ഞങ്ങൾ കൊടുത്തത്. 1500 രൂപ. ഇത് അടിയുടെ ചിരിയുടെ തരികിട മേളപ്പൂരം കുട്ടീസ്.